ആർഷോ മത്സരിപ്പിക്കുന്ന എങ്ങനെയാ? ആർഷോ മത്സരിപ്പിച്ച തന്തയില്ലാത്ത കൊച്ചിനെ ചാടിച്ചവിട്ടി തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കുന്നവരാണ് SFIയുടെ സെക്രട്ടറി. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ ഭരിക്കുമ്പോ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന CPM ഈ ആർഷോയുടെ പാർട്ടി 2 അക്കം കടക്കാതെ പോയി എത്ര വാർഡുകളുണ്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ? ഈ CPMന്റെ വോട്ടൊക്കെ അവിടെ പോയി. 100 വോട്ടും 200 വോട്ടും 300 400 വോട്ട് കിട്ടിയ ഈ CPM ഇപ്പോ 40 50 പോലും കടക്കാതെ ഇവരുടെ വോട്ടല്ലേ BJPക്ക് കൊടുത്ത് ഇവിടെ മുനിസിപ്പാലിറ്റി ഇവർ ഭരിക്കാൻ അനുവദിച്ചത്? ആശുപത്രി കാര്യം ചോദിക്കാണ്ട് LDF വേറെ ആൾക്കാരൊന്നുമില്ല നിർത്താൻ. ഈ ചാടിപ്പോടെ പൊട്ടന്മാരെ നിർത്താൻ പറ്റുള്ളൂ, വേറെ ആളൊന്നുമില്ല. ഈ നാടിനെ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുണ്ടും കുഴിയും മജ്ജനയും ചതിയില്ലാത്ത ഒരു വഴിയില്ല, ലോകത്തൊരു നല്ലൊരു മനുഷ്യനും ഇല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാണ് ആരും അടിച്ചിന്റെ പൂട്ടലൊക്കെ ഞാൻ പിന്നെ നീ എഴുന്നേറ്റ് കളിക്കണ്ട. ഹലോ, പൂത്ത പന്ന് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ആ പൂത്ത പന്നിന്റെ സെൽഫി എടുക്കാൻ എന്തിനാ ചേട്ടാ ബാക്കിൽ നടക്കുന്നത്? എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പി സരിനെ വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നാടിന് മുൻപിലേക്ക് ഡോക്ടർ പി സരിനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് തികഞ്ഞ അഭിമാനത്തോടെയാണ്, അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2024 ഈ ഒക്ടോബർ മാസത്തിലെ സരിനെയാണല്ലോ അംഗീകരിക്കുക. 2024 ഓഗസ്റ്റ് മാസത്തിലെ സരിനെ നിങ്ങൾ അംഗീകരിക്കൂ? തീർച്ചയായിട്ടും. അദ്ദേഹം മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പല അഭിപ്രായ പ്രകടനങ്ങൾക്കകത്തും കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണതകളൊക്കെയുണ്ട്. ഒരു ജീർണതയുള്ള ആളെയാണോ നിങ്ങൾ എടുത്തത്? അത് പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ജീർണത മാറ്റാനും നവീകരിക്കാനും ഒക്കെ പറ്റൂ? ഒരൊറ്റ രാത്രി? ഒരു തർക്കവുമില്ല. ശരികേടിന്റെ രാഷ്ട്രീയ നിലപാടിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ കഷ്ടം, നാണമില്ലടോ. കേരളത്തിനകത്തെ ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഈ രാജ്യത്തെ ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യനെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. തെറ്റിൽ നിന്ന് ശരിയിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം. എന്താ ഇപ്പൊ സരിനെ കുറിച്ച് പറയുന്നത്? എന്റെ ആർഷോ, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. ഈ കഴിഞ്ഞ ആഴ്ച ഈ ആർഷോയും വസീഫും സനോജും പറഞ്ഞെന്താണെന്നറിയോ? ഇടതുപക്ഷത്തിന്റെ പെൺകുട്ടികളുടെ ലൈംഗികമായി ഇവർ മോർഫ് ചെയ്യുന്ന വൃത്തികെട്ടവരാണ്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഇപ്പൊ ഒറ്റ ദിവസം ഈ ദുർമേധസ്സും താങ്കൾ ഒരു വാക്ക് പറഞ്ഞല്ലോ, ജീർണത. ഇതെന്താ വല്ല അണ്ടർവെയർ ആണോ? ഒറ്റ നേരം കൊണ്ട് ഊരി അവിടെ വെച്ചിട്ട് ജീർണത വല്ല അണ്ടർവെയർ ആണോ? എന്തു നീ പറയണത്? ഒരു മര്യാദ വേണ്ടേ? എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയില്ലാത്ത LDF സരിനെ സ്ഥാനാർത്ഥിയാക്കി. ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പാലക്കാട് ജില്ലക്കാരനല്ലേ? ഈ ആർഷോയെ മത്സരിപ്പിക്കാറുന്നില്ലേ? അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? പിന്നെ ആർഷോയെ മത്സരിപ്പിക്കുന്ന എങ്ങനെയാ? ആർഷോയെ മത്സരിപ്പിച്ച തന്തയില്ലാത്ത കൊച്ചിനെ ചാടിച്ചവിട്ടി തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കുന്നവരാണ് SFIയുടെ സെക്രട്ടറി. മഹാരാജാസിലെ പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ച SFIയുടെ സെക്രട്ടറി. എന്തൊരു കച്ചമാണിത്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. നാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിപ്പിക്കുമ്പോ സംസ്ഥാന സെക്രട്ടറി ഇറക്കുന്നേ എന്തിനാ? ബാറ്റ്സ്മാൻ അടിക്കാത്ത ബോള്, വിക്കറ്റ് കീപ്പർ പിടിക്കാത്ത ബോള് ഔട്ട് പറക്കി പറക്കുന്ന പോലെ ഈ സരിനെ പറക്കിയത്. കൊടിയിൽ ചിഹ്നമുണ്ടോ? നിങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ചിഹ്നമുണ്ടോ? ആർഷോടാണ് ചോദ്യം. ഇവിടെ ഒരുപാട് നേതാക്കന്മാർ CPMന്റെ നേതാക്കന്മാർ മത്സരിച്ച് അരിവാളും ചിറ്റിക നഷ്ടത്തിന് മത്സരിച്ച ഇതേ ആൾക്ക് നിങ്ങളുടെ ആൾക്കാർക്ക് ചിഹ്നമുണ്ടോ?
മോശം എന്ന് പറഞ്ഞാൽ മോശം. ഞങ്ങളുടെ 20-ാം വാർഡ് സംഭവിച്ചു കേട്ടോ. കോൺഗ്രസ് ഒരാൾ ചാടി, അസീസ് എന്ന പേര് ചാടി, അവനും ചിഹ്നമില്ല, അവന് ഇതേമാതിരിയാ. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല.